ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കർക്കെതിരെ നടത്തിയ പ്രസ്താവനയെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധം, അതിന്റെ പുതിയ ഡെവലപ്മെന്റ്സ് എന്താണെന്ന് നമുക്ക് ഡൽഹിയിൽ നിന്ന് നോക്കാം. പ്രതിഷേധത്തിൽ പാർലമെന്റിനിടെ നാടകീയ രംഗങ്ങൾ, ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സഭാ കവാടത്തിന് മുന്നിൽ ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളിയെന്ന ബി ജെ പി ആക്രമിച്ചുവെന്ന് കോൺഗ്രസും ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ മോശം പെരുമാറ്റം ആരോപിച്ച് കോൺഗ്രസ് സ്പീക്കർക്ക് പരാതിയും നൽകി. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മല്ലികാർജുൻ ഖാർഗെയെ ആക്രമിച്ചുവെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. രാഹുൽ പിടിച്ചു തള്ളിയ MP ദേഹത്തേക്ക് വീണ് തനിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായെന്ന് ഒഡീഷയിൽ നിന്നുള്ള പ്രദീപ് സാരംഗി MP ആരോപിച്ചു. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് മാണിക്യം ഠാക്കൂറിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. का और बीजेपी का बहुत सोचे हुए साजिश है. अमित शाह जी का बचाने के लिए, अमित शाह जी का अपॉलजी से डाइवर्ट करने के लिए इनका बड़ा साजिश है. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോ അവിടെ പ്രതിഷേധമൊക്കെ അടങ്ങിയോ? നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത രീതിയിലുള്ള പാർലമെന്റ് കെട്ടിടത്തിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ നേരിടാൻ BJP തയ്യാറായി ആക്രമിച്ചു എന്നുള്ള പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പൊ എന്താണ് സ്ഥിതി? രാജീവ്, ഇപ്പോ പാർലമെന്റിലെ സ്ഥിതി ശാന്തമാണ്. നേരത്തെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മല്ലികാർജുന ഖാർഗെയ്ക്ക് നേരെ, ഏറ്റവും തലമുതിർന്ന അംഗമായ മല്ലികാർജുന ഖാർഗെയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു. ഇത് സ്പീക്കർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJPയും സമാനമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. പ്രതാപ് സാരംഗി, ഒഡീഷയിൽ നിന്നുള്ള BJP അംഗം പ്രതാപ് സാരംഗിയെ തള്ളിയിട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തല പൊട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ്. മറ്റൊരാൾ മുകേഷ് രാജ്പുത് എന്ന് പറയുന്ന മറ്റൊരു MPക്ക് കൂടി പരിക്കേറ്റു എന്ന് BJP പറയുന്നുണ്ട്. മൂന്നാമതൊരാളുടെ പേരും അവർ പരിക്കേറ്റതായി പറയുന്നുണ്ട്. ഏതായാലും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ, പീയൂഷ് ഗോയൽ അടക്കമുള്ളവരാണ് ഇവരെ ആശുപത്രിയിലേക്ക് 3 പേരെയും കൊണ്ടുപോയിട്ടുള്ളത്. അസാധാരണമായ രംഗങ്ങളാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ മതിലിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. പഴയ മന്ദിരത്തിന് മുകളിൽ പ്രതിഷേധങ്ങൾ പലപ്പോഴും ആദ്യ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ മന്ദിരത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അല്പസമയം മുമ്പ് കേരളത്തിൽ നിന്നുള്ള MPമാർ അടക്കമുള്ളവർ വയനാട് മുൻ MP രാഹുൽ ഗാന്ധിയെ തള്ളിയിട്ടതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് മനഃപൂർവ്വം BJP ഇത്തരത്തിലൊരു സ്ഥിതി സൃഷ്ടിക്കുകയായിരുന്നു. മകരദ്വാർ അടച്ച് ഉള്ള ധർണകൾ പാടില്ല എന്നുള്ള സ്പീക്കറുടെ നിർദ്ദേശം മറികടന്നാണ് BJP അംഗങ്ങൾ ആ വാതിൽ അടച്ച് കൊണ്ടുള്ള പ്രതിഷേധം നടത്തിയത്. ആ സമയത്താണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളി എന്നുള്ള ഒരു ആരോപണം ശരിയല്ല എന്ന പപ്പു യാദവും നേരത്തെ പറഞ്ഞു. അത്തരത്തിൽ പിടിച്ചു തള്ളാൻ അദ്ദേഹം പിന്നിലായിരുന്നു നിന്നിരുന്നത്. പിന്നീടാണ് അദ്ദേഹം മുന്നിലേക്ക് വന്നത്. അപ്പോൾ BJP കരുതിക്കൂട്ടിയൊരു ആക്രമണം സംഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണം കോൺഗ്രസിനുണ്ട്. മാണിക്യ ഠാക്കൂർ പറയുന്നത് വടികളുമായി അവർ എത്തി എന്നാണ്. അതായത് പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വടികളുമായി അവർ എത്തി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ചെയ്തു എന്ന ആരോപണമാണ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു. ഏതായാലും പതിവ് കാണാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉണ്ടായത്. ഇപ്പോൾ അത് ഏതാണ്ട് ശമിച്ചു എന്നും ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.